താങ്ക്സ്ഗിവിംഗ് മാസമായി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഫ്രീഡിമെന്റ് ചെയ്യുന്നവരുടെ മക്കളെ അവരാരും അവരോടൊപ്പം നിന്നുകൊണ്ട് എതിരും വേണ്ടി പ്രാർത്ഥിക്കും. എഡ്വിനും ഇപ്പോൾ തിരികൾ കത്തിച്ചു പിടിച്ച തിരികൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ സൂചിപ്പിക്കുന്നു. കത്തിച്ചു പിടിച്ച തിരിയിൽ അവരുടെ ബാപ്റ്റിസം സമയത്ത് സ്വീകരിച്ച തിരികളെ കൂടെ സൂചിപ്പിക്കുകയാണ്. Christ is the true light of the world. We are sharers in His life. As a sign of oneness in Christ, we light the lamp. May the light of Christ dispel the darkness of your heart and mind. കുട്ടികൾ ഇപ്പോൾ അവരുടെ ബാപ്റ്റിസ്മൽ പ്രോമിസസ് ഇപ്പോൾ റിന്യൂ ചെയ്യുകയാണ്. അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് വേണ്ടിയിട്ട് എതിരിനും തങ്ങളെ തന്നെ തമ്മിൽ സമർപ്പിക്കുന്ന വിശിഷ്ടമായ ഭാഗം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കാം. Beloved children, through baptism you became members of the church and partakers of the divine life and heirs of the kingdom of God. It is your godparents who recited the creed and made promises. Do you decide to renew your baptismal promise before you receive Jesus in the Holy Communion? Do you reject sin so as to live the freedom of God's children? Do you reject the glamour of evil and refuse to be mastered by sin? Do you reject Satan, father of sin and prince of darkness? Do you believe in God, the Father Almighty, creator of heaven and earth? Do you believe in Jesus Christ, His only Son, our Lord, who was born of the Virgin Mary, was crucified, died, and was buried, rose from the dead, and is now seated at the right hand of the Father? Do you believe in the Holy Spirit,
the Holy Catholic Church, the communion of saints, the forgiveness of sins, the resurrection of the body, and life everlasting. So please, എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ശേഷം പറയുക. This is our faith. This is the faith of the Church. We are proud to profess it in Christ Jesus our Lord. May Almighty God, the Father of our Lord Jesus Christ, who has given us new birth by water and the Holy Spirit, and bestowed on us forgiveness of our sins, keep us by His grace in Christ Jesus our Lord for eternal life. Amen. Thank you. Please. ഒന്നാം വായന ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തെളിക്കണം. കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിന്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിൽ വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. Giving thanks to the Father who has qualified saints in the kingdom of light, who He has rescued us from the dominion of darkness and brought us into the kingdom of the Son He loves, in whom we have redemption through His blood, the forgiveness of sins. He is the image of the invisible God, the firstborn over all creation. For by Him all things were created, things in heaven and on earth, visible and invisible, whether thrones or powers or rulers or authorities. All things were created by Him, and for Him. He is before all things, and in Him all things hold together.
നിത്യവുമായി ഭജിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധായ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 27 മുതൽ. യോഹന്നാൻ മറുപടി പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാതെ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഞാൻ മിശിഹായല്ല, എന്നാൽ അവിടുത്തെ മുമ്പേ അയക്കപ്പെട്ടവൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെയാണ് എന്റെ സാക്ഷികൾ. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളന്റെ സ്വരം ശ്രവിക്കുന്ന സ്നേഹിതൻ അയാളുടെ ഫലത്തിൽ അതീവ സന്തുഷ്ടനാകുന്നു. അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവിടുന്ന് വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഉണർന്നു വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാണ്. അവൻ ഭൗതികമായ പേര് പറ്റി സംസാരിക്കുന്നു. സ്വർഗത്തിൽ വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളവയ്ക്ക് സാക്ഷ്യം നൽകുന്നു. എന്നിട്ടും ആരും അവിടുത്തെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല. അവിടുത്തെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണെന്ന് അംഗീകരിക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനങ്ങൾ ഉച്ചരിക്കുന്നു. എന്തെന്നാൽ ദൈവം അരൂപിയെ അളവ് കൂടാതെയാണ് നൽകുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവന് ജീവൻ കാണുകയില്ല. പ്രത്യുത ദൈവകോപം അവന്റെ മേൽ നിബന്ധിക്കും. ആദ്യം എറിയനും മാതാപിതാക്കളുടെ കുർബാന സ്വീകരിക്കും. അതിനുശേഷം മറ്റുള്ളവർ സ്വീകരിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹസമ്പന്നനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കൊന്തകളെ ദൈവം ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവരെ ഉപയോഗിക്കുന്നവരുടെ സാന്നിധ്യത്തിന്റെ സംരക്ഷണവും നൽകണമേ. ഇതിലൂടെ ഈശോയെ അനുഭവിക്കുന്നതിന് വേണ്ടി മക്കളെ പ്രാപ്തരാക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
It's joy for us to celebrate the holy communion of JP. We have celebrated Mass, and now we are just celebrating that joy of receiving Jesus. So it will be the commenced with the cutting of the cake. So shall we say a prayer? In the name of the Father, and of the Son, and of the Holy Spirit.